ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ മുഖത്ത് നിറം വർദ്ധിക്കാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും മുഖത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ ഓയിലിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യാം, എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ മഞ്ചിഷ്ട ഓയിൽ ഉണ്ടാക്കുകയെന്ന് കണ്ടിട്ട് വരാം. അപ്പം ഈ ഒരു മഞ്ചിഷ്ട ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട പൊടിയൊക്കെ അങ്ങാടിക്കടയിൽ നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം അത് വാങ്ങിക്കരുത് കേട്ടോ. കാരണം അത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പം നല്ലതായിരിക്കും, നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ലത് ഇതുപോലെ റോ ആയിട്ട് വാങ്ങുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലോണം കഴുകുക. നിങ്ങൾ ഡയറക്റ്റ് പോയി പൊടിക്കരുത്, നല്ലോണം കഴുകിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് മഞ്ഞള്. നല്ല പച്ച മഞ്ഞൾ എടുക്കുക കേട്ടോ. അപ്പം പച്ച മഞ്ഞൾ ചെറിയൊരു കഷ്ണം മതിയാവും. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ്, അതും ചെറിയൊരു കഷ്ണം മതിയാവും. അപ്പം എന്താണ്, അതും തോലൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വെക്കുക. എന്നിട്ട് ഞാൻ മഞ്ചിഷ്ട പൊടിച്ചെടുത്തു. പൊടിക്കല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ചതയ്ക്കാൻ പറ്റുമെങ്കിൽ ചതച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ക്യാരറ്റും അതുപോലെ മഞ്ഞളും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട 3 ഇൻഗ്രീഡിയന്റ് ആണ് ഇതൊക്കെ കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്തേക്ക് വെക്കാണ്. ഫസ്റ്റ് ഞാൻ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിവാക്കാം, ഈ തേങ്ങാപ്പാൽ ഒഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് തേങ്ങാപ്പാലിന് പകരം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് 3ഉം കൂടെ ഇടുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പിന്നെ ഇനിയും ഞാനിതിൽ 2 ഗ്ലാസ് അതായത് 2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 250 ml ആണ് വരിക. അപ്പൊ എല്ലാം കൂടെ ഒരു 500 ml ഉണ്ടാവും കേട്ടോ. അപ്പൊ 500 ml വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാല് എന്നുള്ള ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് 2 ഗ്ലാസ് അതായത് 500 ml വെളിച്ചെണ്ണയിലേക്ക് ഇത് 3ഉം കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ തേങ്ങാപ്പാൽ നിങ്ങൾ എടുക്കണം എന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ഈ തേങ്ങാപ്പാൽ വെളിച്ചെണ്ണയും മാറുമല്ലോ. അപ്പം ആ സമയത്ത് ഈ വെളിച്ചെണ്ണയും മാറുന്ന സമയത്ത് തേങ്ങയുടെ ഒരു ഭാഗം വേറെ കിട്ടുമല്ലോ, ഒരു തിന്നാൻ പറ്റുന്ന ഒരു ഭാഗം തേങ്ങയുടെ. ആ തേങ്ങ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഈ വെളിച്ചെണ്ണ വലിച്ചെടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാല് സ്കിപ്പ് ചെയ്യാന്ന്. ഓക്കെ, നിങ്ങളിത് യൂസ് ചെയ്യണം. തേങ്ങാപ്പാൽ എടുത്താൽ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. വീട് നിറയെ സ്മെല്ലായിരുന്നു. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തേങ്ങാപ്പാൽ മാത്രം എടുത്ത് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം ആ വെളിച്ചെണ്ണയും മാറി രണ്ടാമത് കിട്ടുന്ന നമുക്ക് ഭാഗം കിട്ടുന്ന തേങ്ങയുടെ ഭാഗം ഉണ്ടല്ലോ, അത് അരിച്ചെടുത്ത് കളയല്ല, മാറ്റി വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇതൊക്കെ ഇടാം. ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമുക്ക് ആട്ടിയ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാ, നല്ലോണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്ത് ചെയ്യാ, നല്ലോണം ഇളക്കിയിട്ട് ഫസ്റ്റ് ഒരു മഞ്ഞ കളറായി മാറും, പിന്നെ അതൊരു റെഡ് കളറായി മാറും. ഓക്കെ, മഞ്ചിഷ്ടയുടെ റെഡ് കളറും മഞ്ഞളിന്റെയും ക്യാരറ്റിന്റെയും ഒക്കെ മഞ്ഞയും ഓറഞ്ചും എല്ലാം കൂടി ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു വെളിച്ചെണ്ണ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ബാക്കി ഭാഗങ്ങളൊക്കെ എന്താവും, ഒരു ബ്രൗൺ കളറായി മാറും. ആ സമയത്ത് എന്ത് ചെയ്യാ, നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ കുറച്ചിട്ടിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാ, ഒന്ന് സൈഡിലോട്ട് എല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിത് ഉച്ചയ്ക്കാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക്. എന്നിട്ട് ഞാനിത് എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പൊ അത്രയും നേരം ഞാൻ ഇതിങ്ങനെ വെക്കുന്നുണ്ട് ചട്ടിയിൽ. അപ്പം എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു കോട്ടന്റെ തുണിയിൽ അരിച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കുക കേട്ടോ. അപ്പം ഒരു നല്ല സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചെണ്ണയാണ്. ശരിക്കൊരു മാജിക്കൽ ഓയിൽ തന്നെ പറയട്ടോ. അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എന്റെ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്റെ അമ്മയും യൂസ് ചെയ്യുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് എന്ത് തന്നെയായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം പിന്നെ എന്താണ് പറയേണ്ടത്, അപ്പം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഫേസിൽ എന്തെങ്കിലും മേക്കപ്പോ എന്തെങ്കിലും പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി കളയുക. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലൊരു മോയ്സ്ചറൈസർ വെച്ചിട്ട് കോക്കനട്ട് ഓയിലിന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അതിന്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് മോയ്സ്ചറൈസർ ഉണ്ടാക്കാന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകി കളഞ്ഞു. എന്നിട്ട് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ഈ ഓയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ചീക്കിലും നെറ്റിയിലും ഒക്കെ ഡ്രോപ്പ് ആക്കിയിട്ട് ഒറ്റിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഡ്രോപ്പർ ഉണ്ടെങ്കിൽ അതിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് അബ്സോർബ് ആവുമല്ലോ, അപ്പോൾ എന്താവും, എന്നിട്ട് കുറച്ചും കൂടെ ഒരു 2 ഡ്രോപ്പും കൂടെ ആക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രി തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് നിങ്ങൾ പിന്നെ ഇത് തേച്ചിട്ട് വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് രാത്രി തേച്ചിട്ട് കിടക്കാന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ്, വെള്ള ബെഡ്ഷീറ്റ് ഒക്കെ ആണെങ്കിൽ അതിലാവാൻ ചാൻസ് ഉണ്ട്. ഈ മഞ്ചിഷ്ടയ്ക്കൊക്കെ ഒരു റെഡ് ടിന്റ് ആണുള്ളത്, ഒരു നാച്ചുറൽ കളറാണത്, അതൊരു കറ പോലെ കിടക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇട്ട ഡ്രസ്സിലൊന്നും ആവാതെയും ബെഡ്ഷീറ്റിലൊന്നും ആവാതെയും ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിൽ ആഡ് ചെയ്ത സാധനങ്ങൾക്കൊക്കെ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ കുഞ്ഞുമക്കൊക്കെ ഒന്നും കുഴപ്പമില്ല, പക്ഷെങ്കിൽ ഇത്രയും ഇതിപ്പോ കുറച്ചും കൂടെ ഇൻഗ്രീഡിയന്റ് കുറച്ച് കൂടുതലാണ്, കുറവാണ്. പക്ഷെ ഈ ഒരു 500 ml വെളിച്ചെണ്ണയിൽ എന്താണ് കുട്ടികൾക്ക് ഉപയോഗിക്കാം, ഒരു 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അതിന് താഴോട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് ഡൈല്യൂട്ട് ചെയ്യണം. ചെറിയ മക്കൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ട് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ക്യാരറ്റിലായാലും മഞ്ചിഷ്ടയിലായാലും മഞ്ഞളിലായാലും ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിലോ റാഷസോ എക്സിമ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാന്, എനിക്ക് മുഖക്കുരു വന്നിട്ടുണ്ടല്ലോ, എവിടേക്കോ കറുത്ത പാടായിരുന്നു, എന്തൊക്കെ തേച്ചിട്ട് ഇത് മാറുന്നില്ലായിരുന്നു. അപ്പം ഞാനിത് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഈ മഞ്ചിഷ്ട ഓയിൽ തേച്ചപ്പോൾ ഫുള്ള് കലകളും മാറിക്കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നത്. എന്തായാലും 101% ഉറപ്പ് പറയാണ്, മുഖക്കുരു വന്ന പാടുകൾ ഇത് തേച്ചാൽ മാറും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്യാരറ്റിലായാലും എന്താണ് വൈറ്റമിൻ എയും ഇയും ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ക്യാരറ്റ് ഓയിൽ മാത്രമായിട്ട്, ഇതൊക്കെ സിംഗിൾ ആയിട്ട് ഓയിലായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ക്യാരറ്റ് ഓയിൽ മാത്രമായിട്ട്, മഞ്ഞൾ ഓയിൽ മാത്രമായിട്ട്, മഞ്ചിഷ്ട ഓയിൽ മാത്രമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് 3 കൂടെ വരുമ്പോ എന്താണ് അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പം തുടക്കത്തിലാണെങ്കിൽ ഇതുവരെ ഒന്നും യൂസ് ചെയ്യാത്തവരാണ് തുടക്കത്തിൽ കുറച്ച് ഡ്രോപ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് തുടങ്ങുക കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇത് വെച്ചിട്ട് സൈഡ് എഫക്റ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവൂല കേട്ടോ. അപ്പം എന്താണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം എന്റെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെന്താണ് എന്റെ മുഖത്തുള്ള പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോള് മാന്തിയതാണ് കേട്ടോ, വേറെ പാടൊന്നുമല്ല. എന്റെ മോള് 2 സൈഡ് മാന്തി തന്നിട്ടുണ്ട്. അപ്പം എന്റെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇതിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാനാണ്, എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.